ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ മെറിറ്റ് ഐലൻഡിലെ തിരക്കേറിയ ഇന്റർസ്റ്റേറ്റ് 95 ഹൈവേയിൽ ഒരു ചെറുവിമാനം അടിയന്തരമായി പറന്നിറങ്ങിയ സംഭവം വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ്. സാങ്കേതിക തകരാർ നേരിട്ട ഫിക്സഡ് വിംഗ് ബ്രീച്ച് ക്രാഫ്റ്റ് 55 എന്ന വിമാനം ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലൂടെ റോഡിലെ ഫ്രീവേയിലേക്ക് ഇറങ്ങിയത് അതീവ നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:45 ഈ അവിശ്വസനീയമായ സംഭവം അരങ്ങേറിയത്. യന്ത്ര തകരാറിനെ തുടർന്ന് പൈലറ്റ് ഗത്യന്തരമില്ലാതെ ഹൈവേയിൽ വിമാനം ഇറക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. സുരക്ഷിതമായ ഒരു വിമാനത്താവളത്തിൽ എത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഈ സാഹസികമായ നടപടി സ്വീകരിച്ചത്. റോഡിൽ ലാൻഡിംഗ് നടത്തുന്നതിനിടെ വിമാനം ഒരു കാറുമായി കൂട്ടിയിടിക്കുകയും ആ കാറിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, കാറിലുണ്ടായിരുന്ന യാത്രികർക്ക് വലിയ പരുക്കുകൾ ഇല്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചു. ഇത് തീർത്തും അവിശ്വസനീയമായ രക്ഷപ്പെടലാണ്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടവർക്കെല്ലാം ഒരു ഹോളിവുഡ് ആക്ഷൻ സിനിമയിലെ രംഗങ്ങൾ ഓർമ്മ വന്നു. തിരക്കിട്ട ഹൈവേയിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുന്നതിനിടയിൽ അവയുടെ തൊട്ടുമുകളിലൂടെ വിമാനം പറന്നിറങ്ങുന്നത് ഭീതിയും ആശങ്കയും ജനിപ്പിച്ചു. ലാൻഡിംഗിന് ശ്രമിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലാണെന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മുന്നറിയിപ്പ് അടിയന്തര ലാൻഡിംഗിന് വഴിയൊരുക്കി. എഞ്ചിൻ തകരാർ ഗുരുതരമായതിനാലാണ് പൈലറ്റ് മറ്റെങ്ങും ലാൻഡ് ചെയ്യാൻ ശ്രമിക്കാതെ താരതമ്യേന വിശാലമായ ഹൈവേ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. മനുഷ്യനിർമ്മിതമായ ഏറ്റവും സുരക്ഷിതമായ ലാൻഡിംഗ് ശ്രമങ്ങളിൽ ഒന്നായി ഇതിനെ വിലയിരുത്താവുന്നതാണ്. അടിയന്തര ലാൻഡിംഗ് നടക്കുന്നതിനിടെ വിമാനം റോഡിലുണ്ടായിരുന്ന ഒരു കാറിൽ തട്ടുകയായിരുന്നു. കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ യാത്രക്കാരായിരുന്ന 2 യുവാക്കൾക്ക് ചെറിയ പരുക്കുകൾ മാത്രമേ ഏറ്റിട്ടുള്ളൂ. അവർക്ക് വലിയ അപകടം സംഭവിക്കാതിരുന്നത് അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. കാറിൽ സഞ്ചരിച്ചിരുന്നവർക്ക് വിമാനം റോഡിലേക്ക് ഇറങ്ങുന്നത് കണ്ട് പ്രതികരിക്കാൻ പോലും സമയം ലഭിക്കാത്ത അവസ്ഥയായിരുന്നു. കൺമുന്നിൽ ഒരു വിമാനം വന്നിടിക്കുക എന്നത് ആർക്കും വിശ്വസിക്കാനാവാത്ത അനുഭവമായിരുന്നു. ഈ അടിയന്തര ലാൻഡിംഗിന്റെ വിശദാംശങ്ങൾ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവം നടന്ന ഉടനെ തന്നെ അധികൃതർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. എഞ്ചിൻ തകരാറ് സംബന്ധിച്ചും ഈ ക്രാഷ് ലാൻഡിംഗിന് കാരണമായ സാഹചര്യങ്ങളെ കുറിച്ചും വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. വിമാനം ഹൈവേയിൽ ഇറങ്ങാൻ ഇടയായ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. റോഡിന്റെ തിരക്ക് പരിഗണിച്ച വലിയൊരു ദുരന്തമാണ് അവിടെ ഒഴിവായത്. വിമാനം മറ്റേതെങ്കിലും വലിയ വാഹനങ്ങളിലോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന കാറുകളിലോ ഇടിച്ചിരുന്നുവെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരമായേനെ. റോഡിൽ ലാൻഡ് ചെയ്ത വിമാനം കാരണം ഇന്റർസ്റ്റേറ്റ് 95 ഹൈവേയിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. അപകടം നടന്ന സ്ഥലത്ത് വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി. പോലീസ് എത്തി ഗതാഗതം നിയന്ത്രിച്ചു. വിമാനം ഹൈവേയിലേക്ക് പറന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വിമാനം താഴ്ന്നു പറന്ന് റോഡിൽ ഇടിക്കുന്നതും ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന കാറുകൾ ബ്രേക്ക് ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വിമാനത്തിലെ പൈലറ്റിന്റെ മനസ്ഥാന്നിധ്യത്തെയും ധീരതയും അധികൃതർ അഭിനന്ദിച്ചു. അതീവ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞ അപകട സാധ്യതയുള്ള സ്ഥലം തിരഞ്ഞെടുത്തത് ലാൻഡിംഗ് നടത്തിയത് അദ്ദേഹത്തിന്റെ മികച്ച വൈദഗ്ധ്യമാണ് സൂചിപ്പിക്കുന്നത്. ഫിക്സഡ് വിംഗ് ബ്രീച്ച് ക്രാഫ്റ്റ് 55 ചെറുവിമാനമായതുകൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തം ഒഴിവായതെന്നും വലിയൊരു യാത്രാ വിമാനമായിരുന്നുവെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരമായിരുന്നു എന്നും ഏവിയേഷൻ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഈ സംഭവത്തിൽ ആർക്കും ജീവഹാനിയോ ഗുരുതരമായ പരിക്കുകളോ സംഭവിച്ചില്ല എന്നത് ഒരു വലിയ ആശ്വാസമാണ്. സാങ്കേതിക തകരാറുകൾ ഉണ്ടാകുമ്പോൾ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന അടിയന്തര ലാൻഡിംഗ് പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിക്കപ്പെട്ടതിന്റെ വിജയമായി ഇതിനെ കാണാം. ഹൈവേയിൽ നിന്നും വിമാനം മാറ്റാനുള്ള ശ്രമങ്ങൾ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അധികൃതർ വലിയ പരിശ്രമമാണ് നടത്തിയത്. അമേരിക്കയിലെ വ്യോമയാന ചരിത്രത്തിൽ റോഡിൽ നടന്ന ഏറ്റവും നാടകീയമായ അടിയന്തര ലാൻഡിങ്ങുകളിൽ ഒന്നായി ഈ സംഭവം വിലയിരുത്തപ്പെടും. വിമാനം പറന്നിറങ്ങിയ കാർ യാത്രക്കാരുമായി സംസാരിച്ച മാധ്യമങ്ങൾ തങ്ങൾക്ക് സംഭവിച്ചതിനെ പുതിയൊരു ജീവിതം കിട്ടിയതിന് തുല്യമെന്നാണ് വിശേഷിപ്പിച്ചത്. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ എഞ്ചിൻ തകരാറിന്റെ കൃത്യമായ കാരണങ്ങളും പൈലറ്റിന്റെ പ്രതികരണവും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.